നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അൽ നസർ ഇന്നലെ 2-2 സമനിലയിൽ കുരുങ്ങിയിരിക്കുന്നു. ഫ്രണ്ട്ലി മത്സരമാണ് കളിച്ചത്. ക്ലോസ്ഡ് ഡോർ ഫ്രണ്ട്ലി മത്സരമായിരുന്നു. അൽ ഫത്തേഹുമായിട്ട് 2-1 ഇടവേള സമയത്ത് റിസൾട്ട് ഉണ്ടായിരുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അൽ നസറിൻ്റെ ആ ഗോൾ നേടിയത്. പെനാൽറ്റിയിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വക ഗോള്. ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു പോർച്ചുഗീസ് താരം ഗോളടിച്ചു, അതായത് ജാവോ ഫെലിക്സ് ഗോളടിച്ചു. മത്സരം 2-2 സമനിലയിൽ അവസാനിച്ചു. ഇപ്പോൾ കഴിഞ്ഞ 2 കളികൾ, 2 ഫ്രണ്ട്ലി മത്സരങ്ങൾ, ആദ്യം അൽ വഹിദയുമായിട്ട് കളിച്ചു. അൽ വഹിദയുമായിട്ട് 2-4 അൽ നസർ വിജയിച്ച് കയറി. അപ്പോൾ ആ കളിയിലും 2 ഗോൾ കൺസീഡ് ചെയ്തു, ഈ കളിയിലും 2 ഗോൾ കൺസീഡ് ചെയ്തു. കഴിഞ്ഞ 2 ഫ്രണ്ട്ലി മത്സരങ്ങളിലായിട്ട് 4 ഗോളുകളാണ് അൽ നസറിൻ്റെ ബ്രസീലിയൻ ഗോൾ കീപ്പർ ബെൻഡോ വഴങ്ങിയിരിക്കുന്നത്. ബെൻഡോയുടെ ഫോം ഒരു വലിയ ആശങ്കയാണ്. നവാഫ് അൽ അഖീദിയാണ് അൽ നസറിൻ്റെ പ്രതീക്ഷ. ഏതായാലും ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് അൽ നസറിൻ്റെ ആ ഒരു ഒഫീഷ്യൽ മത്സരങ്ങൾക്കായിട്ടാണ്. അടുത്ത ഒഫീഷ്യൽ മത്സരം വരുന്നത് അൽ സവാറയുമായിട്ടാണ്. അത് ഡിസംബർ 24 രാത്രി 9:30. അത് AFC കപ്പിലെ മത്സരമാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ മത്സരം കളിക്കാനുണ്ടാവില്ല എന്ന് മാത്രമല്ല, ഓൾറെഡി അൽ നസർ അടുത്ത റൗണ്ടിലേക്ക് കടന്നതുമാണ്. പിന്നെ CR7 നമുക്ക് ഈ വർഷം ഇനി കാണാൻ കഴിഞ്ഞേക്കാവുന്ന ഒരു പക്ഷേ ഡിസംബർ 27 രാത്രി 8:20 നടക്കുന്ന അൽ അഖ്ദൌദുമായിട്ടുള്ള സൗദി പ്രോ ലീഗ് മത്സരത്തിലാണ്. പ്രോ ലീഗിൽ അൽ നസർ 9 കളികളിൽ നിന്ന് 27 പോയിൻറ്റുമായിട്ട് കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ഒരു ബ്രേക്ക് വന്നത്. ഫിഫ അറബ് കപ്പിന് വേണ്ടിയിട്ടാണ് മത്സരങ്ങൾ നിർത്തിവെച്ചത്. അത് അൽ നസറിൻ്റെ മൊമെൻറ്റം നഷ്ടപ്പെടുത്തുമോ എന്ന ആശങ്കയുണ്ട്. അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കോച്ച് ഇപ്പോൾ 2 ഫ്രണ്ട്ലി മത്സരങ്ങൾ അതിനിടയ്ക്ക് കളിച്ചത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.